പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ന്, നാളെ, ഇന്നലെ, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, മെനഞ്ഞാന്ന് എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നുള്ളതും അതുപയോഗിച്ച് ഓരോ സെന്റൻസുകൾ എഴുതാനായിട്ടുമാണ്. അപ്പൊ ഇന്നെന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ടുഡേ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പം ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്കൊരു സെന്റൻസ് എഴുതി നോക്കാം. ഇന്ന് ഞാൻ തിരക്കിലാണ്. അതെങ്ങനെ പറയും? ഐ ആം ബിസി ടുഡേ. ഇന്ന് ഞാൻ തിരക്കിലാണ്. ഇനി നാളെ എന്നുള്ളതിന് എന്താ പറയാ? ടുമോറോ. ടുമോറോ, നാളെ. ഇനി ഇത് ഉപയോഗിച്ചൊരു സെന്റൻസ് ഉണ്ടാക്കണമല്ലോ. നാളെ ഞാൻ അവിടെ പോകും. അതെങ്ങനെ എഴുതും? ഐ വിൽ ഗോ there ടുമോറോ. നാളെ ഞാൻ അവിടെ പോകും. ഐ വിൽ ഗോ there ടുമോറോ. ഇനി ഇന്നലെ എന്നുള്ളതിന് എന്താ പറയാ? യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇനി ഇത് ഉപയോഗിച്ചൊരു സെന്റൻസ് എഴുതണമല്ലോ. ഇന്നലെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയതാണല്ലേ. അപ്പൊ അതെങ്ങനെ എഴുതും? ഐ ഹാഡ് എ ഫംഗ്ഷൻ യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഫംഗ്ഷൻ യെസ്റ്റർഡേ. അടുത്തതാണ് മറ്റന്നാൾ. മറ്റന്നാൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും എന്നുള്ളതാണ്. മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞുള്ള അടുത്ത ദിവസമാണ് എന്ത്? മറ്റന്നാൾ. അതെങ്ങനെ എഴുതാൻ പറ്റും? ഡേ ആഫ്റ്റർ ടുമോറോ. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ. ഇനി ഇത് ഉപയോഗിച്ചൊരു സെന്റൻസ് എഴുതണമല്ലോ. മറ്റന്നാൾ ഞാൻ ചെന്നൈയിലേക്ക് പോകും. I will go to Chennai the day after tomorrow. Day after tomorrow. മറ്റന്നാൾ ഞാൻ ചെന്നൈയിലേക്ക് പോകും. ഇനി അടുത്തതാണ് മിനിഞ്ഞാന്ന്. മിനിഞ്ഞാന്ന് എന്നുള്ളതിന് എന്ത് പറയും? മിനിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ. Day before yesterday എന്ന് വെച്ചാൽ എന്താണ്? മിനിഞ്ഞാന്ന്. മിനിഞ്ഞാന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ല, ഇന്നലേക്ക് മുമ്പുള്ള ദിവസമാണ് എന്ത്? മിനിഞ്ഞാന്ന്. 2 days before. അതിനാണ് മിനിഞ്ഞാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാണ്, മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അപ്പൊ കഴിഞ്ഞു പോയതാണല്ലേ. മിനിഞ്ഞാന്ന് പറയുമ്പോഴേ അറിയാം കഴിഞ്ഞു പോയതാണ്. അപ്പൊ അതെങ്ങനെ എഴുതും? ഐ കോൾഡ് മൈ മദർ. അപ്പൊ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു എന്നായി. എന്നാണ് ഡേ ബിഫോർ യെസ്റ്റർഡേ. മിനിഞ്ഞാന്ന്. ഡേ before yesterday. മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. I called my mother day before yesterday. അടുത്ത ആഴ്ച. ആഴ്ച എന്നുള്ളതിന് വീക്ക്, അടുത്ത എന്നുള്ളതിന് നെക്സ്റ്റ്. അപ്പൊ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് പറയാം അവരുടെ വെഡിങ് അടുത്ത ആഴ്ചയാണ്. അവരുടെ വെഡിങ് അടുത്ത ആഴ്ചയാണ്. അപ്പൊ അവരുടെ എന്നുള്ളതിന് their. അപ്പൊ അവരുടെ നായി. അവരുടെ എന്താണ്? വെഡിങ്. their wedding. Their wedding is next week. അവരുടെ വെഡിങ് അടുത്ത ആഴ്ചയാണ്. അടുത്തതാണ് നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ
അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം. അടുത്ത മാസം ഞാനൊരു പുതിയ കാറ് വാങ്ങും. അടുത്ത മാസം ഞാനൊരു പുതിയ കാറ് വാങ്ങും. I will buy a new car എന്നാ അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. I will buy a new car next month. അടുത്ത മാസം ഞാനൊരു പുതിയ കാറ് വാങ്ങും. അടുത്ത വർഷം, അടുത്ത എന്നുള്ളതിന് നമുക്കറിയാലോ നെക്സ്റ്റ്. വർഷത്തിൽ എന്താണ്? ഇയർ. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം. അടുത്ത വർഷം ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത വർഷം, അപ്പോ നെക്സ്റ്റ് ഇയർ. അപ്പൊ അടുത്ത വർഷം എന്നായല്ലേ. ഇനി ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ഫ്യൂച്ചർ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? I will start a new business. അപ്പം അടുത്ത വർഷം ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം I will start a new business. ഞാൻ അടുത്ത വർഷം ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ബാലൻസ് ഉണ്ട്, അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരിക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റുള്ളവരും ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.